ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് നമുക്ക് വേണ്ടുന്ന സകല നന്മകളും തന്ന് നമ്മളെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് ഇന്ന് പകലിലും എത്ര പേർ നന്ദിയോടെ ആമേൻ സ്തുതിക്കും, വാഴ്ത്തും, മഹത്വപ്പെടുത്തും. എത്രയോ പേർ ഈ ലോകത്ത് ആമേൻ ഈ മാസത്തിൻ്റെ ആരംഭം കണ്ട അനേകം പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. നമുക്ക് ഈ മാസം കാണുവാൻ ആമേൻ 22 ദിവസം ഈ ഭൂമണ്ഡലത്തിൽ ജീവിക്കുവാൻ വിശ്വസ്തയോടുകൂടി ദൈവം നമ്മളെ കാത്തതും പരിപാലിച്ചതും ദൈവം കാവലായി, പട്ടാളമായി, തീയായി നമ്മുടെ മുമ്പിലൊക്കെ നിന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെയൊക്കെ നമ്മളെ വേണമെങ്കിൽ വെട്ടിക്കളയാമായിരുന്നു. പക്ഷെ അവിടെയൊന്നും ആമേൻ ശത്രു കൊണ്ടുവന്ന പദ്ധതികളെല്ലാം തച്ചുടച്ചിട്ട് അവിടെയെല്ലാം കരുതി അതിൻ്റെ ദൂതന്മാരെ കൊണ്ട് സംരക്ഷിച്ച് ഇത്രത്തോളം ജയത്തോടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ തന്നെയാണ് വിളിച്ചത്. അതുകൊണ്ട് ഈ മാസം തുടർമാനമായി കേൾക്കുന്ന ദൈവിക അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും വർധനവിൻ്റെയും മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശാലത വരുത്തുന്നുണ്ടെങ്കിൽ, ഈ മെസ്സേജ് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹത്തിന്റെ ഭാഗമായി മാറണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും എന്നെയും എൻ്റെ മിഷൻ യാത്രകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. 1 യോഹന്നാൻ എഴുതിയ സുവിശേഷ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. അവൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയും. ദൈവിക അനുഗ്രഹത്തിൻ്റെ ഒരു സിംബോളിക്കൽ സൈൻ ഇവിടെ വ്യക്തമായിട്ടും ഇവിടെ കാണിക്കുന്നു. അവൻ തുടക്കവാക്യത്തിൽ ഇങ്ങനെ വന്ന് കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ നാം തന്നെയാകുന്നു ലോകം അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെ അറിയുന്ന പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു എന്ന് വ്യക്തമായിട്ടും പറഞ്ഞാൽ തുടങ്ങുന്നത് സ്തോത്രം. ഇവിടെ ഇതാ അവൻ 22-ാം വാക്യത്തിൽ പറയുന്ന അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ് ദൈവിക അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് പറയുന്നത്. ദൈവത്തെ അറിയുകയും അവൻ്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈദ്യനാണോ അവൻ്റെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും അവൻ ഒരു അനുഗ്രഹത്തിനും ഒരു സമൃദ്ധിക്കും കുറവ് വരികയില്ല. അവൻ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു. ഈ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയുന്നു, നീ കണ്ടിട്ടില്ലാത്തത്, നീ കേട്ടിട്ടില്ലാത്തത്, നീ അനുഭവിച്ചിട്ടില്ലാത്തതുമായ ചില ദൈവിക അനുഗ്രഹങ്ങളുടെ ഒരു കലവറ നിങ്ങളുടെ ജീവിതങ്ങൾക്കകത്ത് ദൈവം തുറക്കാൻ പോകുന്നു എന്ന് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറഞ്ഞാൽ അത് എത്ര പേർ ഏറ്റെടുത്ത് ആമേൻ പറയും. ആമേൻ. ദൈവിക ആമേൻ പദ്ധതിക്കകത്ത് നിന്നെ ദൈവം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിളിച്ചത് പുറംപറമ്പിൽ തള്ളിക്കളയാനല്ല, പുറംപറമ്പിൽ ആർക്കും വേണ്ടാതെ കിടന്ന, ക്ലാവ് പിടിച്ചു കിടന്ന, വക്ക് പൊട്ടിക്കിടന്ന 6 കൽപ്പാത്രങ്ങൾ അകത്തു കൊണ്ടുവന്ന് നിറച്ച് നിറവിൻ്റെ മകുടമാക്കി മാറ്റി ആ കുടുംബത്തിൻ്റെ നിന്നയെ എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൻ്റെ നിന്നയെ മാറ്റുവാൻ, നിന്റെ കുടുംബത്തിൻ്റെ ആമേൻ അവസ്ഥകളെ മാറ്റുവാൻ, നിന്റെ കുടുംബത്തിൻ്റെ ഞെരുക്കങ്ങളെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തിലെ ആമേൻ ഏതെങ്കിലും കയ്പുകളെ എടുത്തു മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് ഇന്ന് പകൽക്കാലം കഴിയും. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, കയ്പ് നീർ കുടിക്കുന്ന അവസ്ഥയാണോ? അവൻ വിശാലതയില്ലാതെ ഞെരുക്കത്തിൽ മുന്നോട്ട് പോകുന്ന ജീവിത സാഹചര്യമാണോ? ആമേൻ. അരി പോലും കാണാതെ വീട്ടിൽ വിഷമിച്ചിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഒരു നേരത്തിന് ആഹാരത്തിന് നിവൃത്തിയില്ലാത്തവർ എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം അവൻ ഏലിയാവിനെ ആമേൻ പരിപോഷിപ്പിച്ച ദൈവം, ഏലിയാവിന് അപ്പം കൊടുത്തേച്ച് കാക്ക ചത്തു കാണും. പക്ഷേ ഏലിയാവിന് ആമേൻ അപ്പം കൊടുത്തയക്കുവാൻ പുറപ്പെടുവിച്ച ദൈവം ചത്തിട്ടില്ല. കാക്ക ചത്തെങ്കിലും ആമേൻ അപ്പം കൊടുത്തുവിട്ട ദൈവം ചത്തിട്ടില്ല. അവൻ ഇന്നും ജീവിക്കുന്നു, സർവശക്തനായി ജീവിക്കുന്നു. ആ ദൈവം നിന്നെ മറക്കുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല, നിന്നെ വഴിയറമ്പിൽ ഇട്ടേച്ചു പോകുകയില്ല. നിന്നെ അനാഥനായി നിന്നെ ദൈവം ഒരിക്കലും അവൻ വഴിയറമ്പിൽ ഇട്ടേച്ചു പോകത്തില്ല. ഇന്ന് പകലിൽ വിളിച്ചു എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ അവൻ്റെ പ്രമാണങ്ങളെയും അനുസരിച്ച് അവന് പ്രസാദമുള്ളത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഞാൻ എന്ത് യാചിച്ചാലും അതെനിക്ക് ലഭിക്കും യേശുവിൽ നിന്ന്. യേശുവിൻ്റെ മേലുള്ള സകല അധികാരവും യേശുവിന് മേലുള്ള സകല അനുഗ്രഹവും അത് നമുക്ക് വേണ്ടി അവകാശപ്പെട്ടതാണ്. അത് ജാതികൾക്കല്ല. അവനെ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിളിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്ത യേശുവിൻ്റെ മേലുള്ള സകല ആത്മീയ ഭൗതിക
മാനസിക, ശാരീരിക, സാമ്പത്തിക അനുഗ്രഹങ്ങളും ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേലും എൻ്റെ മേലും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന സകല ദൈവികമായിട്ടുള്ള അനുഗ്രഹവും നമുക്ക് ദൈവം നൽകിയിട്ടുള്ളതാണ്. അത് പ്രാപിച്ചെടുക്കുന്നവരായി തീരുവാൻ ഈ ദിവസങ്ങളിൽ അവൻ്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും അനുസരിച്ച്, ചട്ടങ്ങളെ അനുസരിച്ച് പ്രമാണിച്ച് ജീവിക്കുവാൻ നിങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട്, നിങ്ങൾ യാചിക്കുന്നത് മുഴുവനും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പ് തന്നെ വിശ്വസിപ്പിൻ. ആ വിശ്വാസം നിങ്ങളുടെ അകത്ത് ഇന്ന് പകൽക്കാലം കയറി വന്നാൽ നിങ്ങൾ പോലും അറിയാത്ത ചില മേഖലകളിൽ ദൈവം നിങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും. അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.